ഫ്രഷ് മാങ്ങയാണ് കേട്ടോ. മരത്തിൽ കയറിയിട്ട് താഴെ വീഴാതെ സൂക്ഷിച്ച് പറിച്ച് എനിക്ക് കൊണ്ടു തന്ന മാങ്ങയാണിത്. ആരെന്നറിയോ? ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മാങ്ങയല്ല, ഒരു മാങ്ങയിൽ എന്തിരിക്കുന്നു എന്ന് വിചാരിക്കും. ഇത് ഞാൻ ഗുരുദക്ഷിണ പോലെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടിയിട്ട് ആ വ്യക്തി കണ്ണൂരിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് സർപ്രൈസ്ഡായിട്ടാണ് എത്തിച്ചു തന്നത്. വീട്ടിൽ വന്നു, നല്ലപോലെ സ്വീകരിച്ചു. അദ്ദേഹത്തെ ഞാൻ ഭക്ഷണമൊക്കെ കഴിപ്പിച്ചതിന് ശേഷമാണ് ഞാൻ തിരിച്ച് ബസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവിട്ടത്. മാങ്ങ കൊണ്ട് കുറേ വിഭവങ്ങൾ ഞാൻ ഉണ്ടാക്കി. റെയിൽവേ യാത്രയ്ക്കിടയിലാണ് റെയിൽവേ ഉദ്യോഗസ്ഥനായ അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുന്നത്. കുറച്ച് നേരം സംസാരിച്ചു. ഡിജിറ്റലായിട്ടുള്ള ക്ലാസ്സൊക്കെ ഞാൻ എടുക്കാറുണ്ടെന്ന് പറഞ്ഞപ്പോൾ അന്നേരം അദ്ദേഹത്തിന് ആവശ്യമുള്ള കുറച്ച് ടെക്നിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഡൗട്ട് ഞാൻ ക്ലിയർ ആയി കൊടുത്തു. വലിയൊരു അറിവായിട്ടൊന്നും എനിക്കത് തോന്നിയില്ല, പക്ഷെ അദ്ദേഹത്തിന് അതൊരു വലിയൊരു കാര്യമായിരുന്നു. ഒരുപാട് താങ്ക്സ് പറഞ്ഞു എന്നോട്. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് കോൾ വരുന്നത്. ഞാൻ കാഞ്ഞങ്ങാടുണ്ട്. കയ്യിൽ വലിയൊരു ബോക്സും ഉണ്ടായിരുന്നു. ശരിക്കും ഞാൻ നെട്ടിപ്പോയി. ഇതിലൊരു പാഠം കൂടി ഉൾക്കൊള്ളാനുണ്ട്. എന്താണെന്നറിയോ? വീണ് കിട്ടുന്ന എത്ര ചെറിയ അറിവുകളും, അതിപ്പോൾ യാത്രയിൽ നിന്ന് കിട്ടുന്നതാണെങ്കിലും, കാണുന്ന കാഴ്ചപ്പാടിൽ നിന്ന് കിട്ടുന്നതാണെങ്കിലും, കേൾക്കുന്നതിൽ നിന്ന് കിട്ടുന്നതാണെങ്കിലും, എവിടെ നിന്ന് കിട്ടുന്നതാണെങ്കിലും, നമുക്ക് കിട്ടുന്ന ചെറിയ അറിവിനെ പോലും വലിയ തിരിച്ചറിവായിട്ട് കാണാൻ കഴിവുള്ള ഒരു മനുഷ്യനിൽ മാത്രമാണ് മനുഷ്യത്വം ഉടലെടുക്കുന്നത് എന്നുള്ളൊരു ബോധ്യം ഈ രീതിയിൽ എന്നെ ചിന്തിപ്പിക്കുകയായിരുന്നു. ശരിക്കും ഈ ഗുരുദക്ഷിണ അതിൻ്റെ പിന്നിൽ എന്താണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് അതെനിക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. പഠിച്ചിറങ്ങുമ്പോൾ നിങ്ങളുടെ ഗുരുക്കന്മാർക്ക് നല്ലൊരു സമ്മാനം കൊടുത്ത് സന്തോഷിപ്പിച്ചിട്ട് വേണം ഇറങ്ങാൻ. ഗുരുദക്ഷിണയുടെ പിന്നിൽ വലിയൊരു രഹസ്യമുണ്ട്. വെളിച്ചം പകരുന്ന വിളക്കുമാടങ്ങൾ. നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കാൻ തടസ്സമാകുന്ന എന്താണോ അതിനെ നീക്കം ചെയ്യാൻ ഈ ഗുരുദക്ഷിണ കൊണ്ട് സാധിക്കും. ഗുരുദക്ഷിണയുടെ യഥാർത്ഥ രഹസ്യം പണമല്ല, നന്ദി, വിനയം, ഗുരുവിനോടുള്ള ആദരം എന്നിവയൊക്കെയാണ്. ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതി ശങ്കർദയാൽ ശർമ്മ ഒമാനിലേക്ക് പോയ സമയത്ത് അവിടുത്തെ സുൽത്താൻ പ്രോട്ടോക്കോളൊക്കെ മറികടന്ന് നേരിട്ട് പോയി സ്വീകരിച്ചൊരു കഥയൊക്കെ നമുക്കറിയാം. എൻ്റെ പുതിയ അനുഭവ വിശേഷങ്ങളുമായി നമുക്കിനി വീണ്ടും കാണാം. താങ്ക്